Hi friends, today we are discussing about confusing pair of words. First one is duck versus swan. നമുക്ക് പലപ്പോഴുള്ള സംശയമായിരിക്കും അല്ലേ, താറാവും അരയനും തമ്മിൽ എന്താ വ്യത്യാസമെന്ന്. താറാവ് എന്ന് പറയുന്നത് അരയന്നത്തേക്കാൾ ചെറുതായിരിക്കും. താറാവിൻ്റെ കൊക്കുകൾ പരന്നതാണെങ്കിൽ അരയന്നത്തിൻ്റെ കൊക്കുകൾ നീണ്ടതും കൂർത്തതുമായിരിക്കും. അരയന്നത്തിൻ്റെ കഴുത്തിന് താറാവിൻ്റെ കഴുത്തിനേക്കാൾ നീളം കൂടുതലായിരിക്കും. അടുത്തത് ഫോക്സ് വേഴ്സസ് വൂൾഫ്. കുറുക്കനും ചെന്നായയും കാഴ്ചയിൽ ഒരുപോലെയാണെങ്കിലും കുറുക്കന് ചെന്നായയേക്കാൾ വലിപ്പം കുറവാണ്. അടുത്തത് ക്രോക്കഡൈൽ വേഴ്സസ് അലിഗേറ്റർ. ഒരുപാട് പേരുടെ സംശയമായിരിക്കും മുതലയും ചീങ്കണ്ണിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഇവ പ്രധാനമായും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അവയുടെ മുഖത്തിൻ്റെ ആകൃതിയിലാണ്. മുതലയുടെ മുഖം ചീങ്കണ്ണിയേക്കാൾ കൂടുതൽ കൂർത്തതും വി ആകൃതിയിലുള്ളതുമായിരിക്കും. എന്നാൽ ചീങ്കണ്ണിയുടെ മുഖം പരന്നതും യു ആകൃതിയിലുള്ളതുമായിരിക്കും. അടുത്തത് റാറ്റ് വേഴ്സസ് മൗസ്. വലിയ തരം എലികൾ അഥവാ പെരിച്ചാഴികളെയാണ് റാറ്റ് എന്ന് പറയുന്നത്. റാറ്റ് മൗസിനേക്കാൾ വലിപ്പം കൂടുതലായിരിക്കും. എന്നാൽ മൗസുകൾ റാറ്റിനെ അപേക്ഷിച്ച് വളരെ ചെറുതായിരിക്കും. റാറ്റിന് വലിയ നീണ്ട വാലുകളാണുള്ളതെങ്കിൽ മൗസിന് വളരെ ചെറിയ വാലുകളായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്തത് ബനാന വേഴ്സസ് പ്ലാന്റെയിൻ. നമ്മൾ ഫ്രൂട്ടായി ഉപയോഗിക്കുന്ന നന്നായി പാകമായ വാഴപ്പഴങ്ങളെയാണ് ബനാന എന്ന് പറയുന്നത്. എന്നാൽ വെജിറ്റബിളായി ഉപയോഗിക്കുന്ന പാകമാകാത്ത വാഴപ്പഴങ്ങൾ അഥവാ പച്ചക്കായയെയാണ് പ്ലാന്റെയിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് ടേർട്ടിൽ വേഴ്സസ് ടോർട്ടോയ്സ്. ടേർട്ടിൽ എന്ന് പറയുന്നത് കടലാമകളാണ്, അതായത് ജലത്തിൽ വസിക്കുന്ന ആമകളാണ് ടേർട്ടിൽ. ടോർട്ടോയ്സ് എന്ന് പറയുന്നത് കരയിൽ വസിക്കുന്ന ആമകളാണ്. അടുത്തത് ബീ വേഴ്സസ് വാസ്പ്. രണ്ടും കാഴ്ചയ്ക്ക് ഒരുപോലെയാണെങ്കിലും ബീ അഥവാ തേനീച്ചകൾ തേൻ ഉൽപ്പാദിപ്പിക്കുന്നു, എന്നാൽ വാസ്പുകൾ തേൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇവ രണ്ടും ആഹാരത്തിനു വേണ്ടി പൂക്കളെയാണ് ആശ്രയിക്കാറ്.